4 മണിക്ക് നീ എഴുന്നേൽക്കുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ റോഡ് എംപ്റ്റിയാണ്. സ്കൈ ഇപ്പോഴും ഡാർക്കാണ്. എല്ലാവരും ഉറങ്ങുകയാണ്. ആ ഒരു സ്ട്രേഞ്ച് മൊമെന്റിൽ നീ കരുതുന്നത് നീ ഒരു ഡിഫറെന്റ് വേൾഡിൽ എത്തിയിരിക്കുന്നു എന്നാണ്. ടൈം പതിയെ സഞ്ചരിക്കുന്ന, മൈൻഡ് ക്ലിയർ ആയിരിക്കുന്ന ആ ഒരു വേൾഡ്. എ വേൾഡ് ദാറ്റ് ആൻഷ്യൻ ഇന്ത്യൻസ് കോൾഡ് ബ്രഹ്മമുഹൂർത്ത. എന്തുകൊണ്ട് ഈ സമയം വ്യത്യസ്തമായി തോന്നുന്നു? ആ സമയത്ത് നിന്റെ ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത്? ലെറ്റ് us ഫൈൻഡ് ഔട്ട്. ഒരാളെ ഇമാജിൻ ചെയ്യാം. അർജുൻ. അവന്റെ ഓരോ ദിവസവും സെയിം ആയി അവൻ തോന്നുന്നു. വേക്ക് അപ്പ്, ചെക്ക് ഹിസ് ഫോൺ, സ്ക്രോൾ, വർക്ക്, മോർ സ്ക്രോളിംഗ്, സ്ലീപ്പ്, റിപ്പീറ്റ്. മാസങ്ങളും വർഷങ്ങളും എല്ലാം കടന്നുപോയി. ഒരു ദിവസം അവൻ റിയലൈസ് ചെയ്യുന്നു, അവൻ ടയേർഡ് ആകുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടല്ല, അവന്റെ മൈൻഡിന് ഒരു മൊമെന്റ് പോലും സൈലൻസ് കിട്ടാത്തത് കൊണ്ടാണ്. അവനൊരു സ്ട്രേഞ്ച് ആയ ഡിസിഷൻ എടുക്കുന്നു. ഒരാഴ്ചത്തേക്ക് രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. ജസ്റ്റ് ഫോർ ക്യൂരിയോസിറ്റി. രാവിലെ 4 മണിക്ക് അലാം മുഴങ്ങുമ്പോൾ അവന്റെ ആദ്യ ചിന്ത, ആരാണ് ഈ സമയത്ത് എഴുന്നേൽക്കുന്നത്? സെക്കൻഡ് തോട്ട്, ഞാൻ നാളെ എഴുന്നേൽക്കാം. ബട്ട് സംഹൗ ഹി ഗോട്ട് അപ്പ്. അവൻ പുറത്തേക്ക് വന്നതും എന്തോ സ്ട്രേഞ്ച് ഫീലിംഗ് അവനുണ്ടായി. നോ നോയ്സ്, നോ ഹോൺസ്, നോ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ. ആരും അവന്റെ അറ്റൻഷൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. വർഷങ്ങൾക്കിപ്പുറം ഇത് ആദ്യമായി അവന്റെ വേൾഡ് സൈലന്റ് ആയി. അവൻ നോട്ടീസ് ചെയ്യുന്നു, അവന്റെ തോട്ട്സിന്റെ ശബ്ദം തന്നെ മാറിയിരിക്കുന്നു. ക്ലിയറർ, മോർ കാം. ആരോ അവന്റെ ലോകത്തിന്റെ ശബ്ദം പെട്ടെന്ന് കുറച്ചതുപോലെ. ന്യൂറോ സയൻസ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മിക്ക ദിവസങ്ങളിലും നിന്റെ ബ്രെയിൻ അറ്റാക്കിംഗിലായിരിക്കും. നോട്ടിഫിക്കേഷൻ, വീഡിയോസ്, കോൺവെർസേഷൻ, ഡിസിഷൻ, അഡ്വർടൈസ്മെന്റ്, ആയിരക്കണക്കിനധികം കാര്യങ്ങൾ നിന്റെ അറ്റൻഷന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ന്യൂറോ സയൻസ് അതിനെ കോഗ്നേറ്റീവ് ലോഡ് എന്ന് പറയുന്നു. ബ്രെയിനിൽ ലിമിറ്റഡ് അറ്റൻഷൻ മാത്രമേ ഉള്ളൂ. ആൻഡ് മോഡേൺ ലൈഫ് കോൺസ്റ്റന്റ്ലി അത് കൺസ്യൂം ചെയ്യും. ബട്ട് 4 AM വേൾഡ് നിന്റെ അറ്റൻഷന് വേണ്ടി കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. നോയ്സ് ലെവൽ കുറയുന്നു. എക്സ്റ്റേണൽ നോയ്സ് ഡ്രോപ്പ് ആകുന്നത് കൊണ്ട് തന്നെ ഇന്റേണൽ അവയർനെസ് റൈസ്. ഒരു ഷേക്കിംഗ് വാട്ടറുള്ള ലേക്കിന്റെ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ വെള്ളം സ്റ്റില്ലാകുമ്പോൾ എല്ലാം വിസിബിൾ ആകും. ഇന്ത്യൻ സേജ് അതിനെ ബ്രഹ്മമുഹൂർത്ത എന്ന് പറയുന്നു. ടൈം ഓഫ് ക്രിയേഷൻ. അവിടെ മാജിക്കലായ ഒന്നും നടക്കുന്നത് കൊണ്ടല്ല, കാരണം ആ ടൈം അവരുടെ മൈൻഡ് കൂടുതൽ റിസപ്റ്റീവ് ആയിരിക്കും. അവർ ആ സമയം മെഡിറ്റേഷൻ, ലേണിംഗ്, പ്രയർ, ക്രിയേറ്റീവ് തിങ്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. കാരണം ആ ക്വൈറ്റ് എൻവയോൺമെന്റ് ചേഞ്ചസ് ദ വേ വി തിങ്ക്. 4 AM നിങ്ങൾക്ക് അൺഡിസ്റ്റർബ്ഡ് അറ്റൻഷൻ തരും. മോഡേൺ വേൾഡിലെ മോസ്റ്റ് വാല്യുബിൾ റിസോഴ്സസിൽ ഒന്നാണ് ഈ അറ്റൻഷൻ. എല്ലാവർക്കും അതാണ് വേണ്ടുന്നത്. ആപ്സ്, അഡ്വർടൈസ്മെന്റ്, സോഷ്യൽ മീഡിയ, ഓൾ വോണ്ട് ഇറ്റ്. ബട്ട് 4 AM നിന്റെ അറ്റൻഷൻ ബിലോങ്സ് ഓൺലി ടു യു. ഇനി നമുക്ക് അർജുനിന്റെ ആ സ്റ്റോറിയിലേക്ക് തന്നെ തിരിച്ചു വരാം. കുറച്ച് ദിവസത്തിന് ശേഷം അർജുന്റെ ലൈഫിൽ മാജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അവൻ റിച്ച് ആവുകയോ ജീനിയസ് ആവുകയോ ഒന്നും ചെയ്യുന്നില്ല. ബട്ട് അവന്റെ മോർണിംഗ് നോ ലോങ്ങർ ബിലോങ് ടു ദ വേൾഡ്. അത് അവന് മാത്രം സ്വന്തമായി മാറി. അവൻ കൂടുതൽ വായിച്ചു, ചിന്തിച്ചു, പ്ലാൻ ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം ഹി ഫെൽറ്റ് എഹെഡ് ഓഫ് ഹിസ് ഡേ ഇൻസ്റ്റെഡ് ഓഫ് ചേസിങ് ഇറ്റ്. റിയൽ സീക്രട്ട് ഓഫ് 4 AM എന്നത് പ്രൊഡക്ടിവിറ്റി അല്ല, ഐഡന്റിറ്റിയാണ്. കാരണം എല്ലാവരും ഉറങ്ങുമ്പോഴും നിനക്ക് ആരെയും ഇംപ്രസ് ചെയ്യാനില്ല, ആരുമായും കമ്പയർ ചെയ്യാനില്ല, ആരും നിന്നോട് എന്ത് ചെയ്യണമെന്ന് പറയാനില്ല. അവിടെ നീ മാത്രമാണുള്ളത്. നാളെ രാവിലെ ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും സൺറൈസിന് കുറച്ചു മുമ്പ് എയർ സ്റ്റില്ലാകും, റോഡ്സ് എംപ്റ്റി ആകും, നോയ്സ് എല്ലാം പോകും. ഡാർക്ക്നെസ്സിനും ഡേ ലൈറ്റിനും ഇടയിൽ നിന്റെ മൈൻഡ് നീ റെയർലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്നിനെ ഡിസ്കവർ ചെയ്യും. സൈലൻസ്. നീ എന്നും 4 മണിക്ക് എഴുന്നേക്കണം എന്നല്ല പറയുന്നത്. ബട്ട് ട്രൈ ഇറ്റ് വൺസ്. സക്സസിന് വേണ്ടിയോ മണിക്ക് വേണ്ടിയോ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയോ ഒന്നുമല്ല. ട്രൈ ടു മീറ്റ് എ വേർഷൻ ഓഫ് യുവർ സെൽഫ് ദാറ്റ് only appears when the world goes quiet. And who knows, the person waiting for you at 4 AM might changes the rest of your life.